വൈകിട്ട് ചായക്ക് എന്താ ഉണ്ടാക്കണ്ടേന്ന് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് പഴംപൊരി ഉണ്ടാക്കാനായിരുന്നു. പഴംപൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമൊന്നും അല്ലല്ലോ. കുറച്ച് പഴങ്ങളെടുത്തൊന്ന് ചെറുതാക്കിയൊക്കെ ഒന്ന് നുറുക്കി മാവിൽ മുക്കി അങ്ങോട്ട് കോരി എടുത്ത് കഴിഞ്ഞാൽ പഴംപൊരി റെഡി ആയില്ലേ. അപ്പോൾ വേഗം പോയി കുറച്ച് പഴംപൊരിയും ചായയും ഒക്കെ ആക്കിയപ്പോൾ എല്ലാവരും ചേട്ടനും കല്യാണിയൊക്കെ ഉള്ള ദിവസമാണ് എല്ലാവരും കൂടെ വട്ടത്തിരുന്ന് നമ്മ പണ്ടൊക്കെ ചായ കുടിക്കില്ല അതുപോലെ ഇരുന്ന് ചായ കുടിക്കാറുള്ളത്. അല്ലെങ്കിൽ ഞാനും കണ്ണനും ഒക്കെയാണ് ഉണ്ടാവുക. കല്യാണി സ്കൂൾ വിട്ട് വന്നിട്ട് അവൾ അവളുടേതായ കളികളിലും കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ദിവസം ഇരുന്ന് ചായ കുടിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വേഗം കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. കണ്ണൻകുട്ടിക്ക് പഴംപൊരി ഇഷ്ടമാണ്. അതിൻ്റെ ആ മാവിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് കഴിക്കില്ല, ഉള്ളിലത്തെ പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ പഴം മാത്രം എടുത്ത് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എടാ കണ്ണെന്തിനാടാ ആ പഴം അതിൻ്റെ ഉള്ളിൽ നിന്ന് തിന്നണം, നിനക്ക് ശരിക്കുള്ള പഴം തിന്നാൽ പോരെയെന്ന്. പക്ഷേ എണ്ണയിലൊക്കെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ എന്തോ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അവൻ ആ പഴം കഴിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വട്ടമൊക്കെ ഇട്ടിരുന്ന് ചായയും പഴംപൊരിയും കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട്. ചേട്ടനെ കാണിക്കണ്ടെന്ന് പറഞ്ഞത് കാരണമാണ് ചേട്ടനെ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ കല്യാണിക്കുട്ടി ആദ്യം തന്നെ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവുമ്പോഴേക്കും അത് എടുത്തുകൊണ്ട് വന്ന് അത് കഴിക്കുക. അപ്പോൾ കല്യാണി 2-3 ആയപ്പോഴേക്കും അത് എടുത്തുകൊണ്ട് വന്ന് ആളുടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സൺഡേ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ചായ കൂടി അങ്ങോട്ട് പാസ്സാക്കി.